ദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതേ മരിച്ചിനി ദോശയാണ്. ആദ്യം മരിച്ചിനി അരച്ചു, അതിനുശേഷം നമ്മൾ ഒരു 3/4 ഗ്ലാസ് ഒരു 200 ഗ്രാം വരവരിയും ആ മരിച്ചിനിയും കൂടെ നല്ലവണ്ണം ഒന്ന് അരച്ചു. എന്നിട്ട് നമുക്ക് ഒരു 200 ഗ്രാം ഗോതമ്പ് മാവ് കൂടെ തട്ടി അരച്ച് കലക്കി അങ്ങ് വച്ചേക്കുക, ഉപ്പ് ഇട്ട് വയ്ക്കുക. ഇത് നാളെ രാവിലെ മരിച്ചിനി ദോശ ചൂടാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ ഞങ്ങളെ വീട്ടിൽ മരിച്ചിനി ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് അത്ര വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഇന്ന് അതിൻ്റെ ടേസ്റ്റ് മനസ്സിൽ നിന്ന് മാറാതെ നിന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ മരിച്ചിനി നമ്മൾ നേരത്തെ തന്നെ കൊത്തി രാവിലെ തന്നെ കൊത്തി വെള്ളത്തിലിട്ട് വച്ചേക്കും. അപ്പോൾ അതിനുള്ള കട്ടെല്ലാം ഇറങ്ങിപ്പോവും. അതിനുശേഷം നമുക്ക് രാവിലെ അത് ഉച്ചയ്ക്ക് നമ്മൾ അരയ്ക്കാൻ സമയമാകുമ്പോൾ അതിനെ കഴുകി ആദ്യം മരിച്ചിനി അരയ്ക്കുക. അതിനുശേഷം ഇതിൽ നമ്മൾ പച്ചരി വേണമെന്നില്ല. വേണമെങ്കിലും അത് ഒരു 200 ഗ്രാം നമ്മളൊരു 150 ഗ്രാം വരവരി എടുക്കുമ്പോൾ ഒരു 50 ഗ്രാം പച്ചരി ഇട്ടാൽ മതി. അതേപോലെ ഉഴുന്നെന്ന് പറയുന്നത് നമ്മൾ ഒരു 25 ഗ്രാം ഉഴുന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനത്തെ ദോശ റെഡിയായി. പിന്നെതാ വടയാണ്. വടയും ചമ്മന്തിയും കട്ടൻ ചായയും. വട എൻ്റെ ഒരു വലിയമ്മയുടെ മോൻ ഇന്നലെ എന്നെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പരിപ്പ് വടയും ഉഴുന്ന വടയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഞാൻ ഇന്ന് അങ്ങ് ദോശയിലാക്കി. ഇന്നലെ വൈകുന്നേരം ചായ കുടിക്കാൻ വാങ്ങി തന്നതാണ്. പക്ഷേ ഞാനത് ഇന്ന് രാവിലെ ദോശയ്ക്ക് വടയും വച്ച് ദോശ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ സൂപ്പറായിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മരിച്ചിനി ദോശയും നമ്മുടെ വടയും ചമ്മന്തിയും കട്ടൻ ചായയായിട്ട് ഞാൻ കുടിച്ചു. ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ടാണ്. ചായയൊക്കെ കുടിക്കും, ഞാൻ മനഃപൂർവ്വം ഇപ്പം കുറേ കാലം കൊണ്ട് കുടിക്കില്ല. വല്ലപ്പോഴും തോന്നണമെങ്കിൽ മാത്രം കുടിക്കുകയുള്ളൂ. പിന്നെ ഇന്നെന്താ മരിച്ചിനി അവിക്കാനും ഉണ്ട്, കുറച്ച് മരിച്ചിനിയും. പിന്നെ ഇന്നത്തെ മീനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിയ മീൻ കറിയൊന്നും വച്ചിട്ടില്ല. ഇന്ന് കുറച്ച് ഉണക്ക മീൻ ഞാനന്ന് കാട്ടിൽ മേഘത്തിൽ പോയപ്പം വാങ്ങിയ കുറച്ച് ഉണക്ക മീനുണ്ട്. അതിൻ്റെ ലാസ്റ്റ് അവസാന ഘട്ടമാണ്. ഇനിയും ഉണ്ട് കേട്ടോ കുറച്ച് കൊഞ്ചിൻ്റെ ഉണക്ക മീൻ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കറി വെച്ച് ഇന്ന് മരിച്ചിനി വയ്ക്കാം. പിന്നെ ഒരു മീനിൻ്റെ ഫ്രൈയും ഉണ്ട്, ഒരു ചെറിയ മീൻ ഫ്രൈയും ചെയ്തു. പിന്നെ കുറച്ച് കറി വെച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള വിഭവമാണ് ഇന്നത്തെ ഉച്ചയൂണിന്. നിങ്ങളെല്ലാവരും കാണുക, എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നെ ഒന്ന് മുമ്പോട്ട് കയറ്റി വിടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് രാവിലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ലൈക്ക് പോലും അടിക്കൂല. അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ കണ്ട് ഞാനിടുന്ന ലൈക്ക് കണ്ടതിന് ശേഷം എൻ്റെ വീഡിയോയിൽ എൻ്റെ യൂട്യൂബിലുള്ളവർ തന്നെ എന്നെ വന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തത് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഒരാളുടെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് കണ്ടുകൂടെയെന്ന്. ഞാൻ അവരെ വീഡിയോയിലൊക്കെ ഞാൻ കാണുകയും ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യണതാണ്. അങ്ങനെ ദേ ഞാൻ ചളക്കരിയോടും നമ്മളെ തൊലിക്കരിപാടും എല്ലാം കൂടി പുളിച്ചക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നമ്മളെ തേങ്ങ അരച്ച ചൂരക്കറിക്ക് അരയ്ക്കും പോലെ അരച്ച് റെഡിയാക്കി. പിന്നെ മരിച്ചിനി എല്ലാം റെഡിയായി. പക്ഷേ മരിച്ചിനി വേവാനൊക്കെ ഇത്തിരി പാടായതുകൊണ്ട് ഞാൻ അതിനെ ഇടിച്ച് പരുവാക്കി ഈഞ്ചപ്പരുവാക്കി ഞാൻ എടുത്തു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഞാൻ കുത്തി ഉടച്ച് പറക്കിയൊക്കെ എടുത്തു. എന്നിട്ട് അങ്ങോട്ട് നീക്കി വെച്ച് ഇനി കുറച്ചും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാനുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് മോർണിംഗ്.